തിന്നുന്നുണ്ടോ? ഒന്ന് മുറിച്ചു തരാം. ആ അപ്പൊ ഹാപ്പി വിഷു പറഞ്ഞോ? ഹാപ്പി വിഷു പറഞ്ഞോ? ഹാപ്പി വിഷു. രാവിലെ എലിക്കുട്ടമ്മ കടന്നു വരുന്നുള്ള പ്രാർത്ഥന കേട്ടോ. രാവിലെ ഏറ്റവും വന്നു കഴിഞ്ഞിട്ട് രാവിലെ ഏറ്റവും വന്നപ്പോൾ നല്ല പ്രാർത്ഥന തുടങ്ങിയതാണ്. ക്രിസ്ത്യാനിയുടെ സഹായമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ. ഒച്ചയൊക്കെ കുറച്ച് നേരത്തെ പോലെ ഒച്ചയൊന്നുമില്ല. തൊണ്ടയെല്ലാം കറി ഉണ്ടാന്ന് തോന്നുന്നു കഴിഞ്ഞ ദിവസം. ഒച്ചയൊക്കെ കുറച്ചില്ല. സാവധാനമായില്ലേ? ഇത്തിരിയാ മാത്രമേ ഉള്ളൂ, ബാക്കി പ്രാർത്ഥന ഒന്നും ചെല്ലുന്നില്ല. കൊണ്ടൊന്നും എടുത്തിട്ടില്ല അതില്. അത്ര കഴിഞ്ഞോ? അതൊക്കെയാണല്ലേ പല്ല് തേച്ചാ? ഭയങ്കര ചൂട് കാരണമാണ് ഒരുമാതിരി ആയിട്ടിരിക്കുന്നു. എന്നാ പല്ല് തേക്കാം. പല്ല് തേക്കണ്ടേ? അപ്പം രാവിലെ കഴിക്കാറായി. കാപ്പി കുടിക്കാറായി. ആ പല്ല് തേക്കണ്ടേ? അയ്യോ എലിക്കുട്ടിയമ്മ കുടിക്കണ്ടേ? ആ എലിക്കുട്ടിയമ്മക്ക് കുടിക്കണ്ടേ? പല്ല് തേക്കണ്ടേ? അയ്യോ അതുപോലെ പല്ല് തേക്കണം, നമുക്ക് ഒരുമിച്ച് കുടിക്കാം. അത്യാവശ്യമായ കാര്യ നമുക്ക് രാവിലെ കാപ്പി കുടിക്കുക എന്നുള്ളത്. കാപ്പിയേ കുടിക്കുക എന്നുള്ള അത്യാവശ്യമായ കാര്യമാണ്. എന്നാ പല്ല് തേച്ചോ. അല്ലെന്നേ, കാപ്പി കുടിക്കുക എന്നുള്ളത് അത്യാവശ്യമായ കാര്യമാണ് രാവിലെ. ഒന്നാമത് ചൂട് കാലമല്ലേ. എന്നാ ഏത്? ആ പല്ല് തേക്ക്. ആ അത് പല്ല് തേക്കാനാ. അല്ല അത് അങ്ങ് വെച്ചാൽ പോരല്ലോ, കൈ തരണ്ടേ? അല്ലേ തേക്കാൻ പറ്റുള്ളൂ. ആ പോരെ? അത് പോരെ? തേച്ചോ. തേച്ചിട്ട് വല്ലതും കഴിക്കാം. അപ്പോൾ ഇന്ന് വഴക്കൊന്നും കൂടാതെ എലിക്കുട്ടിയമ്മ രാവിലെ ചെറിയ പ്രാർത്ഥനയൊക്കെ ചൊല്ലിക്കൊണ്ടിരുന്നതിനിടയ്ക്ക് പല്ല് തേക്കാൻ കൊടുത്തു. പല്ല് തേക്കുന്നുണ്ട്. രാവിലെ കാപ്പിക്ക് തന്നെയാണ് സാധനം ഉണ്ടാക്കി. ഇതുണ്ടോ പ്രത്യേകിച്ച് വല്ലോ? പച്ചമ്പിനകത്ത് എൻ്റെ ഇരിപ്പുണ്ട്. ആ ഇടിയപ്പമാണ് രാവിലെ. ഇടിയപ്പമാണ് കേട്ടോ. ഇടിയപ്പം മുട്ടയും. മുട്ട ഉണ്ടാക്കാൻ പോകുന്നു. മുട്ട ഉണ്ടാക്കി. ആ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചൂട് ഭയങ്കര ചൂടാണ്. ഒരു രക്ഷ അടുക്കളയിൽ നിൽക്കുന്നത്. ജനലെല്ലാം തുറന്നിട്ടിരിക്കുകയാണ്. ഈ ജനലും എല്ലാം തുറന്നിട്ടിരിക്കുകയാണ്. ഫാനും ഇട്ടിട്ടുണ്ട്. ഒരു രക്ഷയില്ല. അതുപോലെ ചൂട്. ആ നമ്മുടെ ഭാഗത്താണ് ഇപ്പം മഴ വരാത്തെന്ന് തോന്നുന്നു. ബാക്കി കുറുപ്പന്തറയൊക്കെ നല്ല അത്യാവശ്യം മഴ പെയ്തായിരുന്നു. മഴ അത്യാവശ്യം നന്നായിട്ട് പെയ്തായിരുന്നു. വെള്ളമൊക്കെ ഒഴുകിയായിരുന്നു. അതിനപ്പുറത്തോട്ടൊക്കെ ഒത്തിരി വഴിയിലൊക്കെ വെള്ളം കിടപ്പുണ്ടായിരുന്നു. ഈ ഭാഗത്തോട്ട് മാത്രമാണ് ഇപ്പം മഴ വരാത്തത്. വരുമ്പോൾ ഒറ്റ പെയ്ത് പെയ്യാനായിരിക്കും. അതുപോലെ ആകാനായിരിക്കും. ഞങ്ങൾക്ക് പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ ഷീറ്റിട്ട് കൊണ്ടിരുന്നതുകൊണ്ട് അതൊക്കെ പെയ്താൽ മതി എന്ന് ഓർത്താണ് ഞങ്ങൾ ഇരുന്നത്. അതിനെ ഷീറ്റിട്ട് കഴിഞ്ഞപ്പോഴാണ് പെയ്തത്. ഒരു ദിവസം പെയ്ത് കുറച്ച് നനഞ്ഞ്. എന്നാലും ഷീറ്റിലിട്ട് കഴിഞ്ഞല്ലോ. തന്നെ ഇനി ഉണ്ടാക്കണം. പുളിശ്ശേരി. എലിക്കുട്ടിയമ്മയുടെ പുളിശ്ശേരി. പിന്നെ ഫാൻ്റെ അടിയിലൊക്കെ ഇരുന്നിച്ച് വന്നു കഴിഞ്ഞാൽ ബാക്കി ഉണ്ടാക്കാമല്ലോ. മോരുകറി ഉണ്ടാക്കുകയാണ്. എലിക്കുട്ടിയമ്മ വല തേച്ചിട്ട് കഴുകാനായിട്ട് പോയിട്ടുണ്ട്. ചെരുപ്പെടുന്ന കാര്യം ഇപ്പോഴും പഴപോലെ മറന്നു പോവുകയാണ്. എലിക്കുട്ടിയമ്മ വല തേച്ച് മുഖമൊക്കെ കഴുകി വയൊക്കെ കഴുകി ഇറങ്ങി വന്നിട്ടുണ്ട്. ഗ്യാസിൻ്റെ ഗുളിക ഒന്ന് കൊടുത്തേക്കാം. എലിക്കുട്ടിയമ്മ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഈ ഗ്യാസിൻ്റെ ഗുളിക കഴിക്കാം. ഗുളികയാന്ന്. ആ കൈ കാണില്ല. ആ അത് ചെറിയ ഗുളിക. ഗ്യാസിൻ്റെ ചെറിയ ഗുളിക കഴിക്ക്. ആ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കഴിക്കേണ്ടതല്ലേ? മതിയാ? ചോളം അവിടെ കുടിച്ചോ.
രാവിലെ വെച്ചാൽ വെള്ളം കുടിക്കാൻ നല്ലതാ. എല്ലാവരും പോഞ്ഞ് നിൽക്കുക, ഒരു രക്ഷയില്ല. ഏ ഏ? നമ്മളൊക്കെ ഇവിടെ ഇല്ലേ? ഏ? നമ്മളൊക്കെ ഇവിടെ ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ പിന്നെ ആരാ വേണ്ട? ഇത് പ്രധാനപ്പെട്ടവരാരുമില്ല. പ്രധാനപ്പെട്ടവരാ എലിക്കുട്ടിയമ്മയല്ലേ പ്രധാനപ്പെട്ടത്. അവിടെ ഉണ്ടോന്ന് നോക്കി, അവിടെ ചെന്ന് നോക്കത്തെ അവിടെയൊക്കെ ആളുണ്ടോന്ന്. വിവീനയുണ്ട്, വിവാനുണ്ട്. കാരണന്മാരില്ല, സഹോദരങ്ങളില്ല. ആ കാരണന്മാരൊക്കെ എന്നും കാണുമോ? ഏ? കാരണന്മാരൊക്കെ എന്നും കാണുമോ? എവിടെ പോയതാ? അവരോരോ പണിക്ക് പോയില്ലേ? ഇവിടെ കുത്തിരുന്നാൽ മതിയോ? അവരൊക്കെ എവിടെ പോയതാ? അവരോരോ വഴിക്ക് പോയി, ഓരോ വഴിക്ക് പോയി. ചുമ്മാ ഇരിക്കുവാണ്. ചുമ്മാ ഇരിക്കുമൊന്നുമല്ല, എന്തെങ്കിലുമൊക്കെ പണിയായിട്ട് നടക്കണ്ടേ. അടുക്കള ചെന്ന് നോക്കാൻ ആളുണ്ടോന്ന്. എലിക്കുട്ടിയമ്മ അകത്ത് കയറി കഥ അടച്ചു. വാ ഇറങ്ങി വാ, കാപ്പി കുടിക്കാം വാ. ഇവിടെ നിന്ന് വിളിച്ച് നോക്കുന്നുണ്ടേ. വാ എലിക്കുട്ടമ്മേ, എന്താ വിളിക്കണേ? എലിക്കുട്ടി അവിടെ വിളിക്കണേ, അവിടെ വിളിക്കണേ, അവിടെ വിളിക്കുന്നുണ്ട്. എന്താ? വിളിക്കുന്നുണ്ടെന്ന്, എന്താ? വിളിക്കുന്നുണ്ടെന്ന്, ഏ? അവിടെ വിളിക്കുന്നുണ്ടെന്നേ. അവിടെ എന്നതല്ലേ? അമ്മേനെ വിളിക്കുന്നു. ഇവിടെ ആരാ? ആരാ അവിടെ ആരും ഇല്ലല്ലോ. വിളിക്കുന്നുണ്ടല്ലോ, സൗണ്ട് കേൾക്കുന്നു. ഒച്ച കേൾക്കുന്നില്ലേ പറഞ്ഞത്? ഏ? പറഞ്ഞത് കേട്ടില്ലേ? നിന്നെ വരാനേ അടുക്കളയിലോട്ടൊന്നും, നിന്നെ അടുക്കളയിലോട്ട് വരാനേ. വാ കഴിച്ചോ. എന്നെ വെട്ടുന്നേ? അത് വേണ്ട, ബീപ്പ കട്ട് ചെയ്യുന്നതിൻ്റെ റൗണ്ട് കട്ടിയ അതിനാ. എന്തിനാ മൂളതാന്ന് അറിയത്തില്ല. ഭക്ഷണം കഴിക്കാൻ വരുമ്പോൾ ഒരു മൂളതൊക്കെ ഉണ്ട്. ഇപ്പം അവിടെ ഇരുന്ന് കഴിക്കേ. ഇടിയപ്പം മനസ്സാരായിട്ടാണ് രാവിലെ എലിക്കുട്ടിയമ്മ കഴിക്കുന്നത്. എലിക്കുട്ടിയമ്മ മുട്ടയൊന്നും കൂട്ടിയില്ലാത്തതുകൊണ്ട് ഇടിയപ്പം മനസ്സാര. മധുരം ഉണ്ടെങ്കിൽ മാത്രമേ എലിക്കുട്ടിയമ്മ കഴിക്കുള്ളൂ. എലിക്കുട്ടിയമ്മയ്ക്ക് കുടിക്കാനായിട്ട് കഞ്ഞിവെള്ളമാണ് കൊടുത്തിരിക്കുന്നത്. ഉപ്പിട്ട കഞ്ഞിവെള്ളമാണ് കൊടുത്തിരിക്കുന്നത്. എന്നാ ഇത്രയും മധുരമൊക്കെ മതി. ഒത്തിരി മധുരമായാലും കുഴപ്പമാണ്. കറി കൂട്ടി തിന്നുമോ? പോയി ചെയ്യാറുള്ളൂ. പോയി ചെയ്യും. അവിടെ ഇവിടെ നോക്കുന്നിട്ടല്ല. നോക്കി നിന്നില്ലല്ലോ. ഇപ്പം പറഞ്ഞ കേട്ടോണ്ട് ഞാനിങ്ങനെ വന്നതാ. ഇവിടെ നിൽപ്പൊന്നുമില്ലായിരുന്നു. എലിക്കുട്ടിയമ്മയ്ക്ക് മധുരം പോരാതെ ആയപ്പോഴത്തേനുള്ള വലിപ്പാൻ തോന്നുന്നു. എലിക്കുട്ടിയമ്മയുടെ കഴിപ്പെല്ലാം കഴിയും അല്ലേ? എലിക്കുട്ടിയമ്മയെല്ലാം കഴിച്ചു കഴിഞ്ഞാ അമ്മയുടെ കുറ്റങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. കുറ്റത്തിന് ഞാനെന്നെ ചെയ്യും. എന്നാ ചെയ്തേ? എന്നാ ചെയ്തേ? എനിക്കറിയത്തില്ല, ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. അവരിരുന്ന് ചുമ്മാ പറഞ്ഞാലേ. കുറ്റം ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുക. കുറ്റം ചെയ്ത് പറഞ്ഞു. അതാരാ ചുമ്മാ പറഞ്ഞാലേ? ഇവർക്ക് ചുമ്മാ പറഞ്ഞാ നീ ചുമ്മാ പറയണമെന്ന്. ചുമ്മാതെ പറയണമെന്ന് വെറുതെ പറയുന്നതാണ്. ആണോ? തേങ്ങ വേണ്ടേ? തേങ്ങ ഇല്ല. അതെ, പേരിനവിടെ ഇട്ടിക്കണമെന്നേ ഉള്ളൂ. കുടി മരുന്നും കൂടി ഒന്ന് എടുത്ത് കൊടുത്തേക്കാം. ഞാൻ കൂടി കൂടെ കഴിച്ചോട്ടെ. അപ്പൊ വെള്ളം കുടിച്ചോളൂ. ഗുളിക എടുത്ത് തരാം. ഗുളികൻ ഒരെണ്ണോടെ ഉണ്ട്, ഇവിടെ എടുത്തോണ്ട് വരാം. ഗുളികയാന്നേ തിന്നാനല്ല, ഗുളിക എന്തിനാ? കഴിക്കാനല്ലേ? ഗുളിക കഴിക്കാനല്ലേ? അത് കഴിച്ചിട്ടാണ് ഇങ്ങനെ നിലനിൽക്കണം ഓരോ കാര്യങ്ങൾ. അത് ഓരോരോ രോഗങ്ങളുണ്ട്. പ്രഷറിനുള്ളത്, ബി പി. അതെ നീ നല്ലയിടത്ത് കൂടി അടുത്ത് കൊണ്ടുവരാം. അപ്പം ഒരെണ്ണോടെ ഉണ്ട്. ഇതും കൂടെ ഉണ്ട്, ഇതും കൂടെ ഉണ്ട്, ഇതും കൂടെ ഉണ്ടെന്നേ. അത് നമ്മളെ എനർജിക്ക് വേണ്ടിയുള്ളത്. ജോമോ എന്ത് കൊണ്ട് കൊടുക്കുമ്പോ ഇതെല്ലാം ചോദിക്കും. ഇത് ഞാനെ കൊണ്ട് കൊടുത്ത ഒന്നും ചോദിക്കല. പാവം എന്താണ് ഇങ്ങനെ? കഴിയേ, അതുകൂടെ കഴിച്ചോ. മഴ പെയ്യട്ടെ, അത് കഴിക്കും. കുട്ടിയമ്മ പറ മഴ പെയ്യോ ഇല്ലയോ?
എലിക്കുട്ടിയമ്മയല്ലേ പറയണേ ഇന്ന് മഴ പെയ്യും, മഴക്കാറുണ്ട്, ഭയങ്കര മഴക്കാറാണ് എന്നൊക്കെ പറയുന്ന എലിക്കുട്ടിയമ്മയല്ലേ? ആകാശം മുഴുവൻ മഴക്കാറാണ്. ആ, ആകാശം മുഴുവൻ മഴക്കാറാണ്. എന്നിട്ട് ആ മഴക്കാറുകളൊക്കെ എങ്ങോട്ടായിരിക്കും പോകുന്നത് എലിക്കുട്ടിയമ്മേ? എന്നാത്തിന്റെ ഗുളിക? അതോ മൾട്ടി വിറ്റാമിൻ, ക്ഷീണം മാറാനും വിശപ്പുണ്ടാകാനും. വിവീനെ പറഞ്ഞു കൊടുക്കും. വിവീനെ ഇപ്പൊ ഒന്നും സംസാരിക്കത്തില്ല. വിവീനെ ഇപ്പൊ നോയമ്പില. കഞ്ഞിവെള്ളം. ഇന്നത്തെ പരിപാടി പിന്നെ തേങ്ങ ഒക്കെ പാല് ചെയ്യാനായിട്ട് ചേരണ്ടി ഒതുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പരിപാടി ഇന്ന് വിഷു ആയിട്ട് ഒരു പായസം വെച്ചേക്കാന്ന് വിചാരിച്ച്. വിവീനായിട്ട് ഇച്ചിരി പായസം വേണമെന്ന് പറഞ്ഞു. എന്നാ പായസം ഉണ്ടാക്കിയേക്കാന്ന് വിചാരിച്ചു. നിങ്ങളൊക്കെ പായസം ഉണ്ടാക്കിയല്ലേ? പിന്നെ വിഷുവിന് പായസം ഞങ്ങൾ ആദ്യമായിട്ടോ പായസം ഉണ്ടാക്കുന്നേ. വിഷുവിന് പായസം ഉണ്ടാക്കാന്ന് വിചാരിച്ചു. എളുപ്പത്തിലുണ്ടാക്കാവുന്നൊരു പായസം കേട്ടോ. കാർഷികോത്സവം അല്ലേ വിഷു അല്ലേ? പക്ഷേ ഇപ്പം കൃഷിയൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ മതി. എന്നാലും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ സാധനങ്ങൾ വന്നോളൂ. അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന സാധനങ്ങൾ കൊണ്ട് നമ്മൾ വിഷു ആഘോഷിക്കുന്നു. നാളെ വിഷു, ഓണവും ഈസ്റ്ററും ക്രിസ്മസും എല്ലാം അങ്ങനെ തന്നെ പുറത്തുനിന്ന് വരുന്നതല്ലേ, ഇവിടെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് സാധനങ്ങൾ പാലക്കാടൊക്കെ ഉണ്ടാക്കുന്നുണ്ടെന്ന് തോന്നുന്നു. പാലക്കാടും വയനാട്ടിലും. ഇടുക്കിയിൽ ഇടുക്കിയിൽ ഇത് തേങ്ങയ്ക്ക് പാല് കുറവാണ്. ഇത് തമിഴ്നാടൻ തേങ്ങയല്ലേ, കേരള തേങ്ങ അല്ലല്ലോ. കേരള തേങ്ങ നല്ല പാലുള്ളൂ. ഞാൻ ഒരു തേങ്ങയുടെ പാലെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു തേങ്ങയുടെ പാല് കൊണ്ടുള്ള പായസമാണ് ഉണ്ടാക്കുന്നത്. ചൂടുമൊക്കെ ആയതുകൊണ്ട് മധുരം അധികം കഴിക്കുന്നുണ്ട്. മതിയല്ലോ. കപ്പിരിപ്പുണ്ടോ? കപ്പിടുക. ചൂട് കാരണമാണ് ഒരു രക്ഷയില്ല. അകത്ത് നിൽക്കാൻ മേല, പുറത്ത് നിൽക്കാൻ മേല, പണി നടക്കുകയില്ല, ഒന്നും നടക്കുകയില്ല. ചൂടത്തൊന്ന് വരുന്നൊരു സംഭവം. ഞങ്ങളതിൻ്റെ അകത്ത് റിനോവേഷൻ നടക്കുമല്ലേ, അതിൻ്റെ വർക്കെല്ലാം ചെയ്തിരിക്കുമല്ലേ. ഇതൊന്ന് ചെയ്ത് മാറി തീർന്നുകൊണ്ട് നമ്മൾ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കുകയാണ്. ഒന്നാം പാലെടുക്കുകയാണ്. എലിക്കുട്ടിയമ്മ ചൂടായിട്ട് കിടന്ന് ഉറക്കത്തിലാട്ടോ. അതുകൊണ്ട് നല്ല സുഖാന്ന് പറഞ്ഞ അവിടെ കിടപ്പുണ്ട്. ആണോ? പ്രാർത്ഥനയൊന്നും ചെല്ലുന്നില്ല. നീയും കിടന്നോളാൻ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് സമയമില്ല, ഞാൻ ഒരു സാധനം ഉണ്ടാക്കാൻ പോവാന്ന് പറഞ്ഞിങ്ങനെ പോന്നു. ഇപ്പം ഇനി രണ്ടാം പാല് ഒഴിയല്ലേ? തമിഴ്നാട്ടിൽ നിന്ന് തന്നെ തേങ്ങ വേണ്ടേ, വലിയ ഇതില്ലേ, പാല് കുറവായിരിക്കും. ഇങ്ങനെ പിസർ കൂടുതലായിട്ട് ആദ്യമേ തന്നെ. നമ്മുടെ തേങ്ങയാണെങ്കിൽ കുറെ പാല് കിട്ടും. നാടൻ തേങ്ങയാണ് പാല് കിട്ടും. നാടൻ തേങ്ങ ഇല്ലല്ലോ, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. കട്ടിയുള്ള ഒരു പാത്രം ഇരിക്കണം എടുത്ത കാലത്തെ. നമ്മുടെ മാവിൽ നിന്ന് വീണ മാങ്ങാപ്പഴമാണത്. 5-6 മാങ്ങ ഉണ്ടായിരുന്നു, അതെല്ലാം ഒഴിഞ്ഞു വീഴുന്നുണ്ട്. ചൂടും കൂടെ ആയപ്പോഴത്തേനും മാങ്ങാക്കേലി മധുരം ഇല്ലെന്ന് തോന്നല്ലേ? അതിന് മുറി ഉണ്ടായിരുന്നു, ഞാൻ എടുത്തില്ല. ചൂടിൻ്റെ ഉണ്ടാകും. എന്നാലും താഴെ മണത്തോക്കെ മണമൊന്നുമില്ല. ചുമ്മ എടുക്കുമായിരുന്നു. നമ്മൾ പാലെല്ലാം അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഒന്നാം പാൽ ഇതാണ്. രണ്ടാം പാൽ ഇതാണ്. രണ്ടാം പാൽ അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ചക്കപ്പഴം വേണമെങ്കിൽ തിന്നോളാൻ മേലാതെ ഇത്രയുണ്ട്. നമ്മൾ ഉണ്ടാക്കുന്ന പായസം ചക്കപ്പഴം പായസം കേട്ടോ. ചക്കപ്പഴം പായസം. ചക്ക ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി ഞെക്കി വെച്ചിരിക്കുന്നു. ഇപ്പൊ ഈ ചക്കപ്പഴത്തിന് മധുരം ഉണ്ടോ നോക്കട്ടെ. ഇത് വേറെ പ്ലാവല ചക്കയാണ്. നമ്മുടെ പ്ലാവലില്ല, ഇച്ചിരി മധുരമില്ല, ഒന്നും കുഴപ്പമില്ല. ഇത് അരിപ്പൊടി കേട്ടോ. അരിപ്പൊടിയാണ് ചേർക്കുന്നത്. അരിപ്പൊടി. ചക്കപ്പഴം പായസം ഉണ്ടാക്കാനായിട്ട് നമ്മൾ പുട്ടുപൊടി വറുത്ത് വെച്ചിരിക്കുന്നതാണ്. അത് രണ്ടാം പാലിലോട്ട് ഇടുക കേട്ടോ. ഒരു 2 സ്പൂൺ. ഈ വലിപ്പത്തിലുള്ളതാണ്, ഇത്രയും വെച്ചിടുന്നുള്ളൂ. ഇത്ര വെള്ളവും കൂടി ഒഴിച്ച് ഇനി ഇത് അടുപ്പ് വെച്ച് ഒന്ന് കുറുക്കിയെടുക്കണം. ഒന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കണം. അരിപ്പൊടി ഇളക്കി കൊടുക്കണം. ഇച്ചിരി ചൂട് കട്ടിയുള്ള പാത്രം വേണം കേട്ടോ ഇതിന് ഉപയോഗിക്കാനായിട്ട്. അങ്ങനെ ഒന്ന് ഡാൻസ് കളിക്കുന്നത് മുറുക്കല്ലേ ഇരിക്കുന്നത്. ഇത് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കുറുകുന്നോടം വരെ. കുറുകണ്ട, ഒന്ന് വെന്താ മതി. എന്താ മതിയോ? അരിപ്പൊടി ഒന്ന് വെന്ത് കിട്ടിയാണ്. അളവൊന്നൊന്നുമില്ല കേട്ടോ. ഞാൻ ഒരു തേങ്ങയുടെ പാലാണ് എടുത്തിരിക്കുന്നത്. അതിനകത്ത് ഒരു 3/4 കപ്പ്
1 പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 3/4 കപ്പോളം 2 പാലും ഉണ്ടായിരുന്നു. ആ 2 പാലും ഒഴിച്ചു. ഒരു കപ്പ് വെള്ളവും കൂടെ ഇതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. ഈ സ്പൂണിന് 2 സ്പൂൺ അരിപ്പൊടി നിറച്ച് ഇട്ടിട്ടില്ല. അരിപ്പൊടി പുട്ടുപൊടി ഇവിടെ ഇട്ടിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക. ഈ അരി കട്ടിയൊന്നും ആകണ്ട. ഈ അരിപ്പൊടി ഒന്ന് വെന്താ മതി. വേകുമ്പോ നമുക്ക് അറിയാമല്ലോ, നമ്മള് അപ്പത്തിനൊക്കെ കപ്പ് കാച്ചിയല്ലേ, അത്രയൊന്നും കട്ടയാകണ്ട. ഒന്ന് വെന്ത് ഒന്ന് തിളച്ചൊന്ന് ഒന്ന് വെന്താ മതി. എത്രയും ഉദ്ദേശിക്കുന്നുണ്ട്. ശർക്കര ഉരുക്കി വെച്ചിരിക്കുന്ന കേട്ടോ. ഏലക്കായും ഇച്ചിരി ചുക്കും കൂടെ പൊടിച്ചു വെച്ചിട്ടുണ്ട്. ആ, ചൂടത്തൊന്നും ഉണ്ടാക്കണ്ട. തീക്കകത്ത് നിന്നുള്ള ഉണ്ടാക്കലൊക്കെ മാറ്റായിരുന്നു. ഞാൻ 10 ദിവസം കൂടെ ചൂട് കൂടുന്ന് പറഞ്ഞ കേട്ട്. മഴ എല്ലായിടത്തും കണ്ണൂരും ഇപ്പം മലബാർ സൈഡിലോട്ടെത്തണം മഴ മുഴുവൻ പെയ്തു. ഈ ഭാഗത്ത് മഴ പെയ്തില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, മെയ് മാസത്തിൽ മുഴുവൻ ഇവിടെ മഴയാകാനാ. മഴക്കാലം പിന്നെ അങ്ങോട്ട് വരും. അതോടുകൂടി മഴക്കാലാവും. പണ്ടൊരു പ്രാവശ്യം ഇങ്ങനെ വന്ന് ഓർക്കുന്നുണ്ടോ? എല്ലായിടത്തും ചൂടാ. സ്ഥലത്തും തന്നെ മഴയുണ്ടെന്ന് പറഞ്ഞാൽ മഴ പെയ്തിട്ടും വലിയ കാര്യമില്ല. അതുപോലെയുള്ള ചൂടല്ലേ ചെയ്യുന്നത്. നല്ല മഴ പെയ്തെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ. ചെറിയ മഴ പെയ്തിട്ട് കാര്യമില്ല. നമ്മുടെ തേങ്ങാപ്പാല്, അരിപ്പൊടി, പുട്ടുപൊടി ഒന്ന് വെന്തിട്ടുണ്ട് കേട്ടോ. 2 പാലും അരിപ്പൊടി അരിയുടെ പുട്ടുപൊടി, പുട്ടുപൊടി, തേങ്ങ, പിന്നെ കുറച്ച് വെള്ളവും കൂടെ, 1 കപ്പ് വെള്ളവും കൂടെ ഞാൻ ഒഴിച്ചായിരുന്നു. അത് തിളച്ച് ഒന്നായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചക്ക ഞുറുക്കി വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വെന്ത് വരണം. ഒന്ന് വേകട്ടെ. ചെറുതീയിൽ വേകണം എന്നാണ് പറയുന്നത്. ചെറുതീയെ വെച്ചിട്ടുള്ളൂ ഞാൻ. ചക്ക വന്ന് അലിയണായിരിക്കും അല്ലേ? അലിയുണ്ട്. ഒന്ന് മൃദുവായാൽ മതി. മയമായ കിട്ടിയാൽ മതി. ഇനി ഇളക്കിക്കൊണ്ടിരിക്കണേ. ഇടയ്ക്ക് അടി പിടിക്കരുത്. എന്നാടുക്കുമായിരുന്നു? തുറക്കുമായിരുന്നു. അവിടെ ഒരു സൂത്രം ഉണ്ടാക്കുന്നുണ്ട്. യോമയുടെ അടുക്കള ഒരു സൂത്രം ഉണ്ടാക്കുന്നുണ്ട്. ഇറങ്ങിയപ്പോ ചൂടാ അല്ലേ? ഇങ്ങനെ ചൂടത്തുനിന്നാ അവരെ കാര്യം ചെയ്യുന്ന. എന്നാ ചെയ്യാനാ, പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എല്ലാരും ചൂടിലൊക്കെ നിന്നാ ചെയ്യുന്നത്, പണി ചെയ്യുന്നത്. ഓരോ കാര്യങ്ങൾ നടന്നു പോകണ്ടേ? ഓരോ കാര്യങ്ങളൊക്കെ നടന്നു പോകണ്ടേ? അതോട് ചൂടത്ത് നിന്നാ പണിയൊക്കെ ചെയ്യുന്നതെന്നേ എല്ലാരുമേ. വാ, അടുക്കള ഒരു സാധനം ഉണ്ടാക്കുന്നുണ്ട്. വാ, അടുക്കളയിലേ ഒരു സാധനം ഉണ്ടാക്കുന്നുണ്ട്. വെള്ളം വേണോ കുടിക്കാൻ? വെള്ളം കുടിക്കാൻ വേണോ? ഉച്ചമയക്കം മയങ്ങി വന്ന്. മയക്കം ഉച്ചക്കേ ഉറങ്ങി വന്ന്. ഉച്ചക്ക് ഉറങ്ങി വന്ന്. അത് ചുമ്മാ കിടക്കുമായിരുന്നു. പ്രാർത്ഥന ചെല്ലിയില്ലെന്ന്. കപ്പന്തിയ കപ്പ് ജ്യൂസ് തന്ന കപ്പന്തിയെന്ന്. വെള്ളം തന്ന കപ്പ് മുറിക്കാത്തിരിപ്പുണ്ടെന്ന്. കപ്പേ എലിക്കുട്ടിയമ്മയ്ക്ക് തന്ന കപ്പ് മുറിക്കാത്തുണ്ടെന്ന്. ഞാൻ എടുത്തോണ്ട് വരട്ടെ. കപ്പില്ല ഇവിടെ. ഇതേ ഉള്ളല്ലോ, ഗ്ലാസ്സേ ഉള്ളല്ലോ. കപ്പ് ഇവിടെ ഇല്ല. ഗ്ലാസ്സേ ഉള്ളൂ. ഗ്ലാസ് എലിക്കുട്ടിയമ്മയുടെ ഗ്ലാസ് മാത്രമേ ഉള്ളൂ. കപ്പ അവിടെ ഇല്ലല്ലോ. കപ്പ അവിടെ കണ്ടില്ല. അത് ഗ്ലാസ് ഇന്നലെ മാറി ഇരിക്കുന്ന കപ്പ് വേറെ ഉള്ള എടുത്തുണ്ടല്ലോ. നമുക്ക് ഇടയ്ക്ക് പായസം ഇളക്കി കൊടുക്കാം. ചെറു തീ വേണം കേട്ടോ. താമസാ. ചക്ക ഇച്ചിരി അല്ലല്ല, അതാ കല്ല് ചക്കയാണ്. അത് വേനലും കൂടെ ആയതുകൊണ്ടേ കല്ല് പോലെ ഇരിക്കുന്നത്. അതിലുണ്ടോ? ഇച്ചിരി ഐസിട്ട് തന്നതാ. ചൂടാന്നല്ലേ പറഞ്ഞേ, പകവൊക്കെ ഒന്ന് തണുക്കാൻ വേണ്ടി. പിന്നെ അവിടെയൊക്കെ താമസിക്കുന്ന, പിന്നെ അവിടെയൊക്കെ വീടുള്ളതല്ലേ. പിന്നെ കുടുംബക്കാർ താമസിക്കുന്ന. പായസപ്പരിപാടിയിലോട്ട് പോവാം. എലിക്കുട്ടിയമ്മ അവിടെ നിന്ന് വെള്ളം കുടിക്കട്ടെ. ഇങ്ങനെയായി. ഇച്ചിരി
പാടാൻ തോന്നും. വേനലിൻ്റെ ഒരു വിഷയം കൊണ്ടാണ് തോന്നുന്നത്. ആ ഇച്ചിരി കൂടെ പഴുക്കണമായിരുന്നു അല്ലേ? അതിനകത്ത് ഇടാനായിട്ട് ഇച്ചിരി ബദാമൊക്കെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അണ്ടിപ്പരിപ്പുണ്ട്. അണ്ടിപ്പരിപ്പും ബദാമും കൂടെ. പിള്ളേരാരെങ്കിലും ഉണ്ടോ? കൊച്ചുങ്ങൾ ആരെങ്കിലും ഉണ്ടോ ആ മുറിയില്? ആ മുറിയില് എലിക്കുട്ടിയമ്മയുടെ മുറിയിലാ? എലിക്കുട്ടിയമ്മയുടെ മുറി വല്ലവരും ഉണ്ടോന്നാ ചോദിച്ചത്. എവിടെയാ? എലിക്കുട്ടിയമ്മയുടെ മുറിയിൽ. പിള്ളേര്? എലിക്കുട്ടിയമ്മയുടെ മുറിയിലേ. പിള്ളേരൊക്കെ പിള്ളേരെ വീട് വഴിയായി. ആ പിള്ളേരെ വീട് വഴിയാ. എല്ലാവരും ഓരോരോ വീട് വഴിയല്ലേ. ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ പിള്ളേരെ പൊക്കോഴി വിടാൻ പറ്റിയേ. ആയനാ അതെ, ആയനാ പിള്ളേരെല്ലാം പിടിച്ചോണ്ട് പോവോ? വിടാൻ പറ്റിയ എന്നെ ആയനാ കാര്യം? അത് ഓർമ്മക്കുറവാണ്. ഓർമ്മക്കുറവോ? പിള്ളേർക്ക് ഓർമ്മക്കുറവാണോ? കൊച്ചു പിള്ളേരൊക്കെ അല്ലേ. ആ അത് കുഞ്ഞു പിള്ളേരല്ലേ ഒരുത്തോട്ടത്തിലത്. 4-5 വയസ്സായ എന്നാ ഓർമ്മയുണ്ട്, എന്നാ പറ്റും. ആ അത് ശരിയാ. 4-5 വയസ്സാകുമ്പോൾ ഓർമ്മക്കുറവല്ല, അവർക്ക് കാര്യങ്ങൾ അറിയാൻ മേലാത്തോണ്ടാ. കാരണന്മാരും മറ്റുള്ളവർക്ക് നിയന്ത്രണം വേണം. ആ അത് വേണം. കുടിച്ചു കഴിഞ്ഞോ? നീ വേണോ? നീ വേണോ എന്താ ജ്യൂസ്? നീ വേണോ? വെള്ളം? ആ വേണ്ട. മതിയാ? എങ്ങനെയാ ഈ സംഭവം? കുറുകി വരുന്നുണ്ടല്ലേ? കുറുകി അരിപ്പൊടിയുടെ ആ കുറുക്കവാ ഇത്. ചക്കപ്പഴം അങ്ങോട്ട് വേകുന്നില്ല. ചക്കപ്പഴം മിക്സിക്കകത്ത് അടിക്കണായിരുന്ന? എനിക്ക് വന്ന കുക്കറിൻ്റെ അകത്ത് വെച്ചൊന്ന് അടിച്ചിരുന്നെങ്കിൽ അല്ലേ. പക്ഷേ ഇങ്ങനെയാ പറയുന്നത്, ഇതിനകത്തിട്ട് വേവിച്ചാൽ മതിയെന്ന്. ഇച്ചിരി കട്ടിയുള്ള പഴമായോണ്ടേ വെന്ത് ഉടയുന്ന ചക്കയാണോ എന്നുള്ളതാണ്. നമ്മളധികം ആ ചക്ക നമ്മളധികം ഉപയോഗിച്ചിട്ടില്ലല്ലേ. വേനലായതുകൊണ്ടാണ് എല്ലാത്തിനും ഭയങ്കര കടുപ്പമാ. നമ്മളൊക്കെ ചക്ക പുഴുങ്ങിയാൽ തന്നെ ജലാംശം ഇല്ലല്ലോ നീ. ചക്ക പുഴുങ്ങിയാൽ തന്നെ എന്നാ ഉണക്കക്കപ്പ് പോലെ ഇരിക്കും. ജലാംശം ഇല്ലല്ലോ നീ. ജലാംശം കുറവല്ല, ഡ്രൈ അല്ലേ. ഒരു തണ്ണിമത്തൻ പീസ് ഇരിപ്പുണ്ട്. നമുക്ക് ശരിക്കും മൂത്തക്കാത്തണോ? ഇവിടെ എന്നാ പരിപാടി ഇത് കാണുന്നുണ്ടോ? ഇവിടെ ഒരു പരിപാടി ചെയ്യുന്നു. എലിക്കുട്ടമ്മക്ക് ഇഷ്ടപ്പെട്ട പരിപാടിയാണ് മധുരം. പായസം കുടിക്കുന്നത്. പായസം കുടിക്കുന്ന പരിപാടിയല്ലേ എലിക്കുട്ടിയമ്മക്ക്? ഇഷ്ടമാണോ പായസം? പായസം ഇഷ്ടമാണോ? പായസം? ഓ എനിക്ക് അങ്ങനെയൊന്നുമില്ല. പായസം എന്റെ പൊന്നെ എനിക്ക് വയ്യ. പായസം പായസം പായസം. ആ ഇപ്പൊ ഒന്നും കേക്കത്തില്ല. ഒന്നും മനസ്സിലായില്ല. ചില സമയത്ത് ഒന്നും കേക്കത്തില്ല. എന്നാന്ന് എനിക്കറിയത്തില്ല. അടപ്പ് അത് അടച്ചു പോയി. ടാപ്പടയ്ക്ക്, വെള്ളം പോണം. വെള്ളം ഇല്ല. അത് അടയ്ക്ക്, ആ ടാപ്പടയ്ക്ക്, അത് അടയ്ക്ക്, വെള്ളം പോണ കണ്ടില്ലേ? ഉണ്ടല്ലേ? അടയ്ക്കത് താഴെ അടിക്കുക. അവിടെയല്ല അടയ്ക്കണ, താഴെ 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 താഴെ. അത് പിടിച്ച് തിരിക്കാനേ, താഴത്തെ തിരിക്കാനേ. അതേ പിടിച്ചിട്ട് കാര്യമില്ല. അതല്ലല്ല, മറ്റേ താഴത്തേത്തല്ല തിരിക്കണ്ടേ. ഇതേലല്ല തിരിക്കേണ്ടത്, ഇത് തിരിക്കണം. ഉണ്ടോ? ഉള്ളത് നിന്നാണ്ടോ? ഇവിടെ മേലെ മറന്നു പോകണം. നിമിഷം നേരം കൊണ്ട് മറന്നു പോകും. നമ്മുടെ പായസം കിടന്ന് തിളച്ച് മറിയുന്നുണ്ട്. ചക്ക ഇങ്ങോട്ട് ഉടനെ ശരിക്കും ആകുന്നുമില്ല. ഉടനെ ശരിക്കും ആകണ്ട, വേണ്ടേ? ഒന്ന് പതുക്കെ മയപ്പെട്ടാ മതി. ആണോ? ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതാ ഞാൻ, അതുകൊണ്ടാണ്. അതിന്റെ ഒരു പ്രശ്നം കൂടെ ഉണ്ട്. എവിടെ പോകണം? പോവുകയാണെന്നോ? ഇതൊരെണ്ണം തിന്നുന്നുണ്ടോ? ഇതൊരെണ്ണം തിന്നുന്നുണ്ടോ? ഇതൊരെണ്ണം തിന്നുന്നുണ്ടോന്ന്? ഇത് അതൊന്നും ഇഷ്ടമില്ല. ഇത് തിന്നുന്നുണ്ടോന്ന്? തിന്നുന്നുണ്ടോന്ന് ചോദിച്ചേ. തിന്നുന്നുണ്ടോന്ന്? മുറിച്ചു തരാം. ആ കട്ട് ചെയ്ത് തരാം പീസ്. ആ ഇത് തണ്ണിമത്തൻ. തണ്ണിമത്തൻ അമ്മ വെള്ളം മാത്രമല്ല, അതിനകത്ത് ഒന്നുമില്ല. കഴിഞ്ഞ ദിവസം ഞാൻ കൊടുത്തപ്പോൾ പറഞ്ഞതാ. ഒരു മധുരം ആയിട്ടില്ല, പുളിയായിട്ടില്ല, ഒന്നുമില്ല. കണ്ടോ? അതിനകത്ത് പഞ്ചസാരം കൂടെ ഇടണം ജ്യൂസ് അടിക്കുന്നത്. രുചി മധുരം ഒന്നും നോക്കണ്ട, ചുമ്മാ അങ്ങ് തിന്നോ. അതെ കേട്ടോ? മധുരവും രുചിയൊന്നും നോക്കണ്ടെന്ന്, ചുമ്മാ തിന്നാന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനകത്ത് വെള്ളമില്ലേ, അത് മാത്രം നോക്കിയാ മതി. കൂടുതൽ രുചി നോക്കാൻ പോകണ്ട. പരീക്ഷണ പായസം അല്ലേ? പരീക്ഷണ പായസമാണ്. ശർക്കര പാനി ഒഴിക്കുക കേട്ടോ. ശർക്കര പാനി ഒഴിക്കുന്നു.
ഇത് പായസമൊക്കെ ഈ ചക്കപ്പായസം വെച്ചിട്ടുള്ളവർ പല രീതിയിലും വെക്കാൻ പറ്റും കേട്ടോ. ഇങ്ങനെയല്ല, വേറെ നെയ്ക്കകത്ത് വാട്ടി വഴറ്റിയൊക്കെ എടുത്തിട്ടൊക്കെ ചെയ്യുന്നവരുണ്ട്. ഇത് വേറെ ഒരു രീതിയാണ്. ഓരോരുത്തരും അവരവരുടെ രീതികൾ പറയാം. ഏറ്റവും സൂപ്പറായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഏതാണെന്നുള്ളത്. ഇത് കുഴച്ചക്കപ്പഴാണോ നല്ലത് അതോ വരിക്കയാണോ അതുമൊക്കെ പറയാം. ഞാൻ ഇച്ചിരി ഏലക്കാപ്പൊടിയും ചുക്കുപൊടിയും കൂടെ ഇടുക കേട്ടോ അതിൻ്റെ കൂടെ പൊടിച്ച് വെച്ചിരുന്നു. മധുരം ആവശ്യത്തിന് ചേർക്കുക. ഇത്രയൊന്നൊന്നുമില്ല, അവനവൻ എന്തോരം മധുരം വേണോ ആ അളവിലങ്ങ് ചേർത്ത് കൊള്ളുക. ഇതൊന്ന് ചെറു തീയിലൊന്ന് കുറുകി വരണം. ഇച്ചിരി മധുരം കൂടുതലാണെന്ന് എനിക്ക് തോന്നി. പാലൊക്കെ ചേർക്കാനുണ്ടല്ലോ. റെഡിയാവുമായിരിക്കും. പാല് ഒഴിക്കാനുണ്ട് ഇനി, തലപ്പാലേ. ഇതൊക്കെ ഒഴിച്ചേക്കാം, മുഴുവൻ ഒഴിച്ചേക്കല്ലേ. തലപ്പാല് വരുമ്പോഴത്തേനും ആയിക്കോളും. തേങ്ങാലോട്ട് പിടിക്കല്ലേ. പിന്നെ ഇത് തിളച്ച് വരുമ്പോഴത്തേനും ഉടയായിരിക്കും ചിലപ്പോൾ. മൊത്തത്തിൽ തിളച്ച് വരുമ്പോഴത്തേനെ തണുത്തതിന് ശേഷമോ ചൂടോടെയോ ഉപയോഗിക്കാം കേട്ടോ. അതുപോലെ തണുത്തിട്ടേ ഉപയോഗിക്കുമ്പോഴായിരിക്കും നമ്മുടെ ടേസ്റ്റ്. പായസം വിവാ കുടിക്കത്തില്ല. നിങ്ങളൊക്കെ ഇതേ കുടിക്കൂളോ? ചായ എടുക്കണം. പാലട അടപ്പായസം പോലെയല്ലേ? അടപ്രഥമൻ പോലെയായി. ചക്കപ്പായസം കുടിച്ചായിട്ട് ഓർക്കൊന്നുമില്ല. ഞാൻ കുടിച്ചിട്ട് ഇവിടെ വെച്ചിട്ടില്ല. ആദ്യമായിട്ട് വെക്കുന്നത്. ഞാൻ കുടിച്ചിട്ടുമില്ല. ഞാൻ കുടിച്ചായിട്ട് ഓർക്കുന്നില്ല. ചക്കക്കുരു പായസം കുടിച്ചിട്ടുണ്ട്. അത് കുടിച്ചിട്ടുണ്ട്. ചക്കപ്പായസം, ചക്ക ഐസ്ക്രീം വിവീന തിന്ന്. വിവീനയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ്. വിഷുവായിട്ട് നമ്മളൊരു സ്പെഷ്യൽ ചെയ്യുന്നതാണ്. ഇപ്പം ഈ ചൂടത്തുനിന്നുള്ള പാചകം ചെയ്ത പരിപാടിയൊക്കെ മാക്സിമം കുറയ്ക്കുന്നതല്ല. അപ്പം നമ്മൾ അണ്ടിപ്പരിപ്പും ബിസിനസ് നെയ്യിലാണ് വറക്കണം. കുറച്ച് നെയ്യ് വെച്ചിട്ടുണ്ട്. ചൂടാതെ തന്നെ അണ്ടിപ്പരിപ്പും എല്ലാം നല്ല അടിപൊളി വെച്ചിട്ടുണ്ട്. പായസം അങ്ങനെ ഏകദേശം കുറുകി റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ ഒന്നാം പാൽ ഒഴിച്ച് നമുക്കൊന്ന് തിളപ്പിച്ച് പതുക്കെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. പാൽ ഒഴിച്ച് തിളപ്പിച്ചെടുക്കുക കേട്ടോ. ഒന്നാം പാൽ ഒഴിക്കാൻ പോവാണ്. ഒന്നാം പാൽ ഒഴിച്ച് ഒന്ന് അടുത്താൽ നമ്മൾ തിളപ്പിക്കുകയാണ്. ചക്കയിൽ ഏകദേശം കുറേയൊക്കെ അലിഞ്ഞൊക്കെ ചേർത്തിട്ടുണ്ട്. മുഴുവൻ ചേർത്തിട്ടില്ലെങ്കിലും കപ്പ് മാറ്റി. ഇന്ന് കുറുകി കഴിയുമ്പോൾ ശരിയായിക്കോളും. കുടിച്ചും കൂടെ നോക്കണം എങ്ങനെയുണ്ടെന്ന്. കുടിച്ചു നോക്കിയാൽ അറിയാൻ പറ്റുള്ളൂ. പായസത്തിൽ ഉപ്പ് ചേർക്കോ? പിന്നെ ആ ശർക്കര മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളു ഉപ്പ്. എങ്ങനെയാ പറയുന്നത്? എല്ലാ മധുരമുള്ള സാധനത്തിനും ഇച്ചിരി ഉപ്പ് ചേർക്കും. അപ്പോൾ നമ്മുടെ ചക്കയൊക്കെ ഏകദേശമൊക്കെ അലിഞ്ഞ് ഇനി ഓരോ വർഷമൊക്കെ കിടപ്പുണ്ട്. എന്നാലും അതൊക്കെ ഒന്ന് കടിക്കാൻ ഇടയ്ക്ക് നിർത്താം കേട്ടോ. മതി. പിന്നെ നമ്മൾ ക്രിസ്മസ് ഒക്കെ ഇട്ടെടുക്കും അല്ലേ? തിള വരുമ്പോൾ നിർത്താം. ചൂടത്ത് ഇത് കുടിച്ചു കഴിഞ്ഞാൽ ഇടപാട് തീരുതാണ് കുഴപ്പം. അല്ല അച്ഛന്മാരൊക്കെ ഉണ്ടാക്കി നോക്കാം. നമ്മുടെ കിസ്മിസും അണ്ടിപ്പരിപ്പ് ബദാം പരിപ്പ് എല്ലാം അങ്ങോട്ട് ഇടുക കേട്ടോ. നമ്മുടെ സ്റ്റവ് ഓഫ് ചെയ്തു. പായസം റെഡിയായി. പായസം റെഡി ആയിട്ടുണ്ട്. ഒന്ന് കുറുകിയിട്ട് തണുത്തിട്ട് കഴിക്കാം. കുറുകി തണുത്ത് കഴിയുമ്പോൾ നല്ലതാവും അല്ലേ? കുറച്ചും കൂടെ കുറുകുമല്ലേ? നമ്മുടെ ചക്കപ്പായസം റെഡി ആയിട്ടുണ്ട്. പരീക്ഷണമായിരുന്നു കേട്ടോ. വേണം ഒന്ന് ഉപ്പ് നോക്കാൻ, നല്ലതാണോ നോക്കാൻ. ഒന്നാമത്തെ കൈ പൊള്ളിയിരിക്കുക. മധുരം ഇത്രയും വേണം. നല്ലതല്ലേ? നല്ല കേട്ടോ. നിങ്ങൾ ധൈര്യമായി ഉണ്ടാക്കിക്കോളൂ കേട്ടോ. ഞങ്ങൾ ബാക്കി കുടിച്ചിട്ട് പറയാം കേട്ടോ. അഭിപ്രായം ചോദിക്കാം കേട്ടോ. വിവീനയുടെ ആവശ്യപ്രകാരമാണ്. അല്ലേലും ഞാൻ പറയാലോ, ഇതിനകത്ത് ഒന്നിനും കൂടാതെ നിന്നിട്ട് കഴിക്കാൻ വരുന്നവര് ശരിക്കും അഭിപ്രായം പറയും. അവർക്ക് അറിയാവുന്നത്, രുചി അറിയാൻ പറ്റുന്നത്. നമ്മൾ ഉണ്ടാക്കുന്നവർക്ക് എത്ര രുചികരമായിട്ട് തോന്നില്ല. നമ്മുടെ ചക്കപ്പായസം ഇഷ്ടപ്പെട്ടു കേട്ടോ. വെറൈറ്റി അല്ലേ? നമുക്ക് എലിക്കുട്ടി വളരെ വലിയ കൂടുതലായിട്ട് എനിക്ക് തോന്നില്ല. എലിക്കുട്ടിയെ മനയെടുക്കണം നോക്കട്ടെ. എലിക്കുട്ടിയും ഇവിടുന്ന് പ്രാർത്ഥനയാ ഉണ്ടോ? ഭാഗ്യപ്പെട്ട വർഗീയതാറിവേ ഞങ്ങൾക്ക് വേണ്ടിയാണ്. കർത്താവെ അനുഗ്രഹിക്കണേ. ജയ അനുഗ്രഹിക്കണേ. കർത്താവെ അനുഗ്രഹിക്കണേ. ഈശോയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം. പ്രാർത്ഥന കേട്ടെ നമുക്കിങ്ങനെ പോരാം. അപ്പം നമ്മൾ ആറാൻ വേണ്ടി ഒരു കപ്പിനകത്തോട്ട് പാർത്തി പോകണേ. ഫാൻ്റെ കീഴിലോട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ആറ് കിട്ടിയില്ലേ? കുടിക്കാമല്ലോ. നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാമല്ലോ. ലിക്കുട്ടമേ ചക്കപ്പായസം റെഡി ആയിട്ടുണ്ട്. ചക്കപ്പായസം ചക്കപ്പായസേ ചക്കപ്പായസം ചക്കപ്പായസം
ചക്ക പായസം റെഡിയായിട്ടുണ്ടെന്ന്. ചക്ക കൊണ്ടുള്ള പായസം കുടിക്കുന്നുണ്ടോ? ഓ ഇപ്പോൾ ഒന്നും കേൾക്കാൻ മേലാതെ, ഇപ്പോൾ പറഞ്ഞ ഒന്നും കേൾക്കാൻ മേലാതെ. ചക്ക കൊണ്ടുള്ള പായസേ, ചക്കപ്പഴയില്ലേ, ചക്കപ്പഴയില്ലേ, ചക്കപ്പഴം, ചക്കപ്പഴം കൊണ്ട് പായസം ഉണ്ടാക്കി. പായസം 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 ഉണ്ടാക്കിയെന്നേ. രാവിലെ ഉണ്ടാക്കിയോ? ചക്കപ്പഴം കൊണ്ട് പായസം ഉണ്ടാക്കിയെന്ന്. ഇപ്പം ചക്കപ്പഴം കൊണ്ട് പായസം ആ ഉണ്ടാക്കിയോ? ആ നമുക്ക് വിഷു അല്ലേ, ഇന്ന് വിഷു അല്ലേ. ബാ എലിക്കുട്ടിയമ്മ ബാ, ഇന്ന് വിഷുവാ. വിഷുവിന് പായസം കഴിക്കണം. എല്ലാവർക്കും വിഷു ആശംസകൾ പറയണം. മലയാളികളുടെ കാർഷികോത്സവം അല്ലേ വിഷു. എന്നത് പായസം കുടിച്ചാലോ? പിന്നെ മധുരം ഉള്ളതല്ലേ, എലിക്കുട്ടിയമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമല്ലേ. ഞങ്ങളല്ലേ എലിക്കുട്ടിയമ്മ കഴിക്കാം. നേറ്റ് വാ. ഒത്തിരി പേർക്കൊന്നും കഴിക്കാനായിട്ട് കാണിക്കാൻ. ഒത്തിരി പേർക്ക് കഴിക്കാനുണ്ട്. നമുക്ക് എല്ലാവർക്കും കഴിക്കാനുണ്ട്. നമുക്ക് എല്ലാവർക്കും കഴിക്കാനുണ്ട്. നമുക്ക് എല്ലാവർക്കും കഴിക്കാനുണ്ടെന്ന്. കുറെ കഴിക്കാനൊന്നുമില്ല. ഒത്തിരി തണുത്ത് പോയാൽ കൊള്ളിയില്ല. ഒത്തിരി തണുത്ത് പോയാൽ കൊള്ളത്തില്ല. എണീറ്റ് വാ. ഇപ്പം ഞാൻ വിളിച്ചാൽ അങ്ങ് മതിയല്ല. ഇപ്പം ജോമോള് വന്ന് വിളിച്ചാലേ മിക്കവാറും വരുള്ളൂ. അമ്മേ വാ, നല്ല തണുപ്പത്ത് കിടന്ന് ഉറങ്ങുവാ. വാ, പായസം റെഡിയായി. വാ, പായസം പായസമായിരുന്നു. വാ വാ കഴിക്കാൻ വാ. ഞാനിവിടെ ഇരിക്കട്ടെ, എനിക്ക് തണുത്തിട്ട് വയ്യ, ചൂടെടുത്തിട്ട് വയ്യ. അമ്മയുടെ മുറി നല്ല തണുപ്പാ. പായസം എന്നാത്തിന്റെ പായസ? ചൂടുണ്ടല്ലേ, ചൂടുണ്ടല്ലേ, ചൂടുണ്ടോ? ആ ഉണ്ടല്ലേ. ആ മുറി നീ ഇറങ്ങി മനസ്സിലായി ചൂടുണ്ടോ. ഇതിനോ ശരിയാ മോനെ, ഈ കപ്പിന് സ്റ്റീലല്ലേ. കപ്പൽ അത് വേറെ പാത്രത്തോട്ട് പകർത്തിയാ മതി. കപ്പ് നേരത്തെ പാർത്തി വെച്ചിരുന്നോണ്ട. ഇത് പായസമാ, പായസം, ചക്കപ്പായസം. പിന്നെ വിഷുവാ, ഇന്ന് വിഷുവാ, അതുകൊണ്ട് ഒരു പായസം വെച്ചതാ. ഇവിടെ ഇരുന്നിട്ടേ എല്ലാവർക്കും ഹാപ്പി വിഷു എന്ന് പറ. ഹാപ്പി വിഷു. വിഷു വിഷു ഇല്ലേ? ആ, വിഷുവിന് പായസം വെക്കിയല്ലേ, അതുകൊണ്ട് നമ്മളൊരു പായസം വെച്ചതാ ഇന്ന് കേട്ടോ. എന്തുകൊണ്ടാ പായസം ഉണ്ടാക്കിയെന്ന് വല്ലതും അറിയാവോ എലിക്കുട്ടിയമ്മയ്ക്ക്? ആ, ഇത് ചക്കപ്പഴം കൊണ്ടുണ്ടാക്കിയ പായസമാ. എലിക്കുട്ടിയമ്മ പറഞ്ഞായിരുന്നല്ലോ ചക്കപ്പഴം പായസം. ചക്കപ്പഴം കൊണ്ട് പായസം ഉണ്ടാക്കുവാന്ന്. എല്ലാ പായസത്തിനും ഒരേ രുചി തന്നെ, വലിയ വ്യത്യാസമൊന്നും ഇല്ല. ഇച്ചിരി വ്യത്യാസമൊക്കെ ഉണ്ട്. മധുരമുണ്ടോ? ചൂടുണ്ട്. നല്ല മധുര. ഒത്തിരി മധുരമൊന്നുമില്ല. അയ്യോ, മധുരമൊന്നുമില്ലെന്നേ. എനിക്ക് ഭയങ്കര മധുരവാ. പായസത്തിന് ആവശ്യമുള്ള മധുരമേ ഉള്ളൂ അല്ലേ, അല്ലേ എലിക്കുട്ടിയമ്മേ? പിന്നെ ഇപ്പൊ അതിനകത്ത് കിടക്കണതെല്ലാം തുപ്പി കളയുമായിരിക്കും. അതറിയത്തില്ല. അതാണ് ഇപ്പം എല്ലാവരോടും ഹാപ്പി വിഷു പറ. നമ്മൾ പായസം ഉണ്ടാക്കിയാണ് ഹാപ്പി വിഷു ആഘോഷിച്ചെന്ന്. പായസം നല്ലതാട്ടോ. ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ എല്ലാവരും. ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കിക്കോളൂ. ഉണ്ടാക്കി വിധേയനെയാണ് ഒന്നും കൂടെ പറഞ്ഞു. എല്ലാവരും കണ്ടു. അല്ല എന്നാലും എല്ലാവരും പ്രിവെൻറ്റ് ചെയ്യണ്ടല്ലോ. നല്ലതെന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേനല്ലേ താല്പര്യം കൂടുന്നത്. അപ്പം ആദ്യം ചക്ക എടുത്ത് അരിഞ്ഞു വെച്ചു. ചക്ക അരിഞ്ഞു വെച്ചു. ചക്ക വരിക്കച്ചക്ക ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെക്കുക. ചിലവര് അത് ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ചതച്ചെടുക്കും. ഒന്ന് ഒത്തിരി അരിഞ്ഞു പോയല്ല, അങ്ങനെ ചെയ്ത് എടുക്കുന്നവരും ഉണ്ട്. ഞാൻ ഈ ചെറിയ കഷ്ണങ്ങളാക്കിയാണ് എടുത്തത്. അതിനുശേഷം ഒരു തേങ്ങയുടെ പാലെടുത്തിട്ടുണ്ട്, ഒന്നാം പാലും രണ്ടാം പാലുമായിട്ട്. പിന്നെ ആവശ്യത്തിന് മധുരം എത്രത്തോളം ആവശ്യമുണ്ട് അതനുസരിച്ച് ശർക്കര എടുക്കുക. പിന്നെ ഒരു 2 സ്പൂൺ പുട്ടുപൊടി വേണം. അരിപ്പുട്ടുപൊടി. അരിപ്പുട്ടുപൊടി വേണം. അത് നമ്മൾ രണ്ടാം പാലിനകത്തും ഒഴിച്ച് അതൊന്ന് വേവിച്ചെടുക്കണം. കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് വേവിച്ചെടുത്തിട്ട് ഒന്ന് വെന്താൽ മതി. ഈ അരിഞ്ഞ ചക്ക അതിനകത്തോട്ട് ഇടുക, അതൊന്ന് വേവിച്ചെടുക്കുക. ഒത്തിരി വേണ്ട, പാകത്തിന് വേവിച്ചെടുക്കുക. അതിന് ശർക്കരപ്പാനി ഒഴിക്കുക. പിന്നെ ചുക്കും ഏലക്കാപ്പൊടിയും ചേർക്കുക. അത് കഴിഞ്ഞ് ഒന്നാം പാല് ചേർക്കുക.
ഒന്ന് തിളച്ച് ഇരുന്ന് കുറുകി വന്നു കഴിയുമ്പം ഒത്തിരി തിളയ്ക്കണ്ട, കിസ്മിസ്, അണ്ടിപ്പരിപ്പ്, ബദാം ഇത് വറുത്തിടുക, നെയ്യിൽ വറുത്തിടുക, ഇത്രേ ഉള്ളൂ. പിന്നെ തേങ്ങ വറുത്തിടുന്നവർ ഉണ്ട്, അതൊക്കെ ചെയ്യണമെങ്കിൽ ചെയ്യാൻ കേട്ടോ. എനിക്കത് ഇഷ്ടമായിരുന്നു തേങ്ങ വറുത്തിടുന്നത്. സമയമില്ലാത്തത് കൊണ്ട് ഞാൻ പിന്നെ അത് ഒഴിവാക്കിയതാണ്. എങ്ങനെയുണ്ട്? ഹാപ്പി വിഷു പറഞ്ഞ എല്ലാവരോടും ഹാപ്പി വിഷു. എല്ലാവർക്കും, അമ്മയുടെ മക്കൾക്കെല്ലാം ഹാപ്പി വിഷു. കാപ്പിയോ? ആ, വിഷു, ഹാപ്പി വിഷു. പായസം ഇഷ്ടപ്പെട്ടോ? ആ, അവർക്ക് മധുരം കുറവുള്ള ആൾക്കാരാ. അച്ഛൻ മധുരം കൂടിപ്പോയെന്നാ ഞാനും പറയുന്നത്. പായസത്തിന് പൊതുവെ മധുരം വേണം. മധുരം കൂടുതലാണ് ഇഷ്ടം, അമ്മയ്ക്ക് മധുരം കൂടുതലാണ് ഇഷ്ടം. അവരുടെ ഇഷ്ടത്തിന് ഇരിക്കട്ടെ. അപ്പൊ ഹാപ്പി വിഷു പറഞ്ഞോ? ഹാപ്പി വിഷു പറഞ്ഞോ? ഹാപ്പി വിഷു. ഹാപ്പി വിഷു. ആ, ഹാപ്പി വിഷു ആശംസകൾ എല്ലാവർക്കും. പറ. എന്താ? എല്ലാവർക്കും വിഷു ആശംസകൾ. വിഷു ആശംസകൾ എന്നതാ? അത് പറയാൻ പാടാ. വിഷു എന്ന് പറഞ്ഞ എന്താ? വിഷു എന്നതാ? ആ, അമ്മയ്ക്ക് അതൊന്നും അറിയത്തില്ലെന്ന് തോന്നുന്നു. അമ്മക്ക് മറന്നുപോയതാ. വിഷു നമ്മുടെ കേരളത്തിലെ ഇപ്പം അമ്മ പറയും ഹിന്ദുക്കളുടെ പരിപാടിയെന്ന് പറയും. അങ്ങനെയുണ്ടോ അമ്മയ്ക്ക്? കാർഷിക ആഘോഷമാണ്. ഇതൊക്കെ എന്നതാ? കുടിച്ചോ. അത് അണ്ടിപ്പരിപ്പ് കിസ്മിസാണ് തുപ്പിയിട്ടുണ്ട്. അത് ചപ്പച്ചപ്പം പറ്റത്തില്ല, അതാണ്. അപ്പോൾ അതാണ് മാറ്റി വെച്ചിരിക്കുന്നത്. കുടിച്ചോ കുടിച്ചോ. അങ്ങനെ കുടിക്കത്തില്ല. അങ്ങനെയാ കുടിച്ചാ കുഴപ്പം? ചുമ്മാ പറഞ്ഞ ചൂടുണ്ട്, അതുകൊണ്ടാ. അടുത്ത് ചവച്ച് തിന്ന്, കളയില്ല, കണ്ടാ കളയാതെ. എത്ര ചക്കക്കുരുവാ? അതാ ബദാമാ. ബദാമ, ചക്കക്കുരു അല്ല, ചക്കക്കുരു. ഇതാ ഞങ്ങളുടെ അമ്മയുടെ കാര്യം. അത് തിന്നാനോ? അമ്മയുടെ കാര്യം ഇതൊക്കെയാണ്. ചവച്ച് തിന്നത് ഉണ്ടോ? അതെല്ലാം കണ്ടോ? അയ്യോ, അണ്ടിപ്പരിപ്പ് എല്ലാ സാധനം അമ്മയുടെ കയ്യിലാണ് കിട്ടിയേക്കുന്നത് കേട്ടോ. അതൊന്നും അത് ചവച്ച് തിന്ന്, അത് ചവച്ച് തിന്ന്, അത് ചവച്ച് തിന്നാനേ. പിന്നെ അതിനാ പോവാ. അതാണ്ട് ചീത്ത സാധനം. അപ്പൊ വിവാന പായസം ഇഷ്ടമില്ലാത്തതുകൊണ്ട് വിവാൻ പായസം കൂടിയില്ല. അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ വിഷു ആശംസകൾ. എലിക്കുട്ടിയമ്മയുടെയും കുടുംബത്തിന്റെ വിഷു ആശംസകൾ. എലിക്കുട്ടിയമ്മ എല്ലാം പറക്കി ദൂരെ കളഞ്ഞു, എല്ലാം ചുട്ടിക്കൂട്ടി കൈ പിടിച്ചിരിക്കുക. ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ കാണുക.